ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭഗവാനെ, വിനായക, പ്രേമം തുറന്നു പറയാൻ എനിക്ക് കുറച്ച് ധൈര്യം തരണമേ. ഞാൻ ഒരു 10 വരെ ഞാൻ ഭഗവാനെ ഭഗവാനെ എന്ന് പറയുമ്പോ ഈ റോസാപ്പൂ താഴെ വീഴാണെങ്കിൽ ഇന്ന് രാത്രിയില് ഞാൻ ആകാശത്ത് പൂർണ്ണ ചന്ദ്രനില് ഞാൻ എന്റെ ഋതികയെ കാണുകയാണെങ്കിൽ ഞാൻ ഋതിക മേഡത്തോട് എന്റെ പ്രണയം തുറന്നു പറയും. ഞാൻ 10 പ്രാവശ്യം അവിടെ നിന്ന് ഭക്തിയോടെ വിളിക്കുക. റോസാപ്പൂ വീഴ്ത്തൂലോ. വിനായക, 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 വിനായക. അമ്മ എന്തെടുക്കുവാ? കണ്ടില്ലേ, ഞാൻ ഇവിടെ ഇരുന്ന് ഓരോന്നിങ്ങനെ ആലോചിക്കുക. ഞാനിങ്ങോട്ട് വന്നതേ ഒരു ന്യൂസ് അറിഞ്ഞു, അതിനെ കുറിച്ച് ചോദിക്കാനാ. എന്താടാ? ഇപ്പൊ ക്ഷേത്ര കമ്മിറ്റി മെമ്പർ ശർമ്മ എന്നെ വിളിച്ചിരുന്നു. അയാൾ എന്നോടൊരു ന്യൂസ് പറഞ്ഞു. അയാള് വല്ല ചാനലിലെ ന്യൂസ് റീഡർ ആണോ നിന്നോട് ന്യൂസ് അറിയിക്കാൻ? കളിയാക്കിയതോ അതോ തമാശിച്ചതോ? രണ്ടും അല്ല, ഞാനുള്ള കാര്യം പറഞ്ഞതാ. അമ്മേ, വല്യമ്മാൻ അമ്പലത്തിൽ പോയിരുന്നു ആ ഋതികയ്ക്ക് വേണ്ടി വഴിപാട് കഴിക്കാൻ. എനിക്ക് മനസ്സിലാത്തോണ്ട് ചോദിക്ക. വല്യമ്മാൻ ഇടയ്ക്കിടയ്ക്ക് അവളോട് ദേഷ്യപ്പെടുന്നതും കാണാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ സ്നേഹിക്കുന്നതും കാണാം. ഇതെന്താ, അയാൾ നാടകം കളിക്കാണോ? അത് നാടകം കളിയായിട്ടാണോ നിനക്ക് തോന്നിയത്? അതെ, 100%. എന്നാലേ അത് നാടകം കളിയല്ല, അഭിനയവും അല്ല. ഞാൻ നിന്റെ വല്യമ്മാവന്റെ മനസ്സിലേക്ക് കുത്തിവെച്ച് വിഷത്തിന്റെ വീര്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തു കാണിക്കുന്നതാ. വിഷത്തിന്റെ ഡോസ് കുറയുമ്പോഴാ അവനെ അമ്പലത്തിൽ പോകുന്നതും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ? അതെ, വിഷത്തിന്റെ ഡോസ് കൂട്ടാൻ നേരമായി. അതോടനെ തന്നെ ഞാൻ ചെയ്യും. എന്റെ അശ്രദ്ധ കൊണ്ടാ അവനെ അവക്ക് വേണ്ടി അമ്പലത്തിൽ പോയത്.